ഹരി ഓം. 73-ാമത്തെ സ്തുതി മാഹേശ്വര ജ്വരസ്തുതി. ഇത് ഭാഗവതത്തിൽ 63-ാമത്തെ അധ്യായം 25 മുതൽ 28 വരെ ശ്ലോകങ്ങളും 14 മുതൽ 45 വരെ ശ്ലോകം. മഹാബലിയുടെ 100 പുത്രന്മാരിൽ ഒന്നാമനായിരുന്നു ബാണൻ. ശിവനെ തപസ്സു ചെയ്ത് 1000 കൈകൾ സമ്പാദിച്ചു. ഇനി എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ഗോപുരം കാവൽക്കാരനായി മഹാദേവൻ നിൽക്കണമെന്നാവശ്യപ്പെട്ടു. ശിവൻ അതും സമ്മതിച്ചു. ഐശ്വര്യം വർദ്ധിച്ചപ്പോൾ ബാണാസുരൻ അഹങ്കാരിയായി. ഒരു ദിവസം ശിവനെ നമസ്കരിച്ചു പറഞ്ഞു, മഹാദേവ, അവിടുത്തെ കൃപയാൽ കിട്ടിയ ഈ 1000 കൈകളും വെറും ഭാരമായി, കൈകൾ തരിക്കുന്നു, യുദ്ധത്തിന് ആരെയും കിട്ടുന്നില്ല എന്ന്. എന്നോട് യുദ്ധം ചെയ്യാൻ അവിടുന്നാണ് യോഗ്യൻ. ദയവ് ചെയ്ത് എന്നോട് യുദ്ധം ചെയ്യണം. ഇത് കേട്ട് തൻ്റെ ഭക്തനാണെങ്കിലും മഹാദേവൻ കോപത്തോടെ പറഞ്ഞു, ബുദ്ധിഹീന, അധികം താമസിയാതെ എന്നോട് സമനായ ഒരാൾ നിന്നോട് യുദ്ധത്തിന് വരും. അയാളോട് യുദ്ധം ചെയ്ത് നിന്റെ അഹങ്കാരവും നശിക്കും. അഹങ്കാരിയായ ബാണൻ ശത്രുവിൻ്റെ വരവും കാത്തിരുന്നു. ഈ സന്ദർഭത്തിൽ ബാണപുത്രിയായ ഉഷ ഭഗവത് പുത്രനായ അനിരുദ്ധനെ സ്വപ്നം കാണുകയും സ്വപ്നത്തിൽ തന്നെ വിട്ടുപോയ അദ്ദേഹത്തെ വിളിച്ച് കരയുകയും ചെയ്തു. ഇത് കേട്ട് ബാണമന്ത്രിയായ കുംഭാണ്ഡൻ്റെ പുത്രിയും തോഴിയുമായ ചിത്രലേഖ കാരണം ചോദിച്ചു. ഉഷ സ്വപ്നത്തിൽ കണ്ട വിവരം പറഞ്ഞു. ആ പുരുഷൻ ആരെന്നറിയാൻ ചിത്രലേഖ നൃപന്മാരുടെ എല്ലാ ചിത്രം വരച്ച് കാണിച്ചു. ഒടുവിൽ അനിരുദ്ധൻ്റെ ചിത്രം വരച്ചപ്പോൾ ഉഷ ലജ്ജാവതിയായി ഇത് തന്നെ എന്ന് പറഞ്ഞു. ശ്രീനാരദനിൽ നിന്നും യോഗശക്തികൾ കിട്ടിയ ചിത്രലേഖ ആ രാത്രി തന്നെ ആകാശമാർഗം ദ്വാരകയിൽ പോയി ഉറങ്ങിക്കിടക്കുന്ന അനിരുദ്ധനെ മായയാൽ മോഹിപ്പിച്ച് ആരും അറിയാതെ ഉഷയുടെ അന്തഃപുരത്തിലെത്തിച്ചു. അവർ ഒന്നിച്ച് ജീവിച്ചു. ഉഷ കന്യകയ്ക്ക് യോജിക്കാത്ത പ്രവൃത്തികൾ ചെയ്യുന്നതായി കാവൽക്കാർ പറഞ്ഞ് ബാണൻ അറിഞ്ഞു. ബാണൻ അന്തഃപുരത്തിൽ ചെന്നപ്പോൾ അനിരുദ്ധനെ കണ്ടു. ബാണനെയും ഭടന്മാരെയും കണ്ട അനിരുദ്ധൻ ഒരു പരിഘവും പൊക്കിപ്പിടിച്ച് ആക്രമണം തടയാൻ തയ്യാറായി. ഭടന്മാരെയെല്ലാം തോൽപ്പിച്ചോടിച്ചു. സൈന്യനാശം കണ്ട് ബാണൻ അനിരുദ്ധനെ നാഗപാശത്താൽ ബന്ധിച്ചു. ഇത് കണ്ട് ഉഷയ്ക്ക് വളരെ സങ്കടവുമായി. ദ്വാരകയിൽ അനിരുദ്ധനെ കാണാൻ 4 മാസം കഴിഞ്ഞു. ഒടുവിൽ നാരദൻ പറഞ്ഞു, ബാണന്റെ ബന്ധനത്തിലാണെന്നറിഞ്ഞ് കൃഷ്ണൻ വിഷ്ണികളെ, യാദവരും വീരന്മാരെ എല്ലാം കൂട്ടി ശോണിതപുരത്തിലേക്ക് പോയി. ബാണനഗരം ഉപരോധിച്ച് കോട്ടകളും മതിൽക്കെട്ടുകളും തകർത്തു. ബാണന്റെ കാവൽക്കാരനായ ശിവനും ഭൂതഗണങ്ങളും ഒത്ത് ബാണനു വേണ്ടി രാമാദികളോട് എതിർത്തു. കുംഭാണ്ഡനോട് ബലരാമനും ബാണപുത്രരോട് സാമ്പനും ബാണനോട് സാത്വികിയും ചേർന്ന് എതിരിട്ടു. കൃഷ്ണനും മഹാദേവനും തമ്മിലും പ്രദ്യുമ്നനും ഗുഹനും തമ്മിലും ഘോരയുദ്ധമുണ്ടായി. ശിവഭൂതങ്ങളെല്ലാം ശ്രീകൃഷ്ണ ഭഗവാന്റെ അസ്ത്രങ്ങളേറ്റ് തോറ്റോടി രക്ഷപ്പെട്ടു. ശിവൻ എയ്ത ദിവ്യാസ്ത്രങ്ങളെ പ്രത്യാസ്ത്രങ്ങളാൽ ഭഗവാൻ തടഞ്ഞു. ബാണന്റെ ഒട്ടുമിക്കതും നശിച്ചു. പ്രദ്യുമ്നോട് തോറ്റ് സുബ്രഹ്മണ്യൻ മുറിവുകളുമായി പിൻവാങ്ങി. കുംഭാണ്ഡനും കൃപകർണനും ചത്തു. ഈ സമയം ഭഗവാൻ ജൃംഭണാസ്ത്രം തൊടുത്ത് ശിവനെ ഇളകാൻ വയ്യാതാക്കി. ബാണൻ സാത്വികിയെ ഉപേക്ഷിച്ച് കൃഷ്ണനോടേറ്റു. കൃഷ്ണൻ അവൻ്റെ 500 വില്ലും മുറിച്ചു കളഞ്ഞു. അപ്പോൾ ബാണമാതാവ് പുത്രരക്ഷയ്ക്കായി യുദ്ധക്കളത്തിൽ ഇറങ്ങി നിന്നു. ഭഗവാൻ മുഖം തിരിച്ചു. ഈ സമയം ബാണൻ ഓടി ഗൃഹത്തിൽ കയറി. ഭൂതഗണങ്ങളെല്ലാം തോറ്റതോടെ 3 തലയുള്ള ശിവജ്വരം യാദവ സൈന്യത്തിന് നേരെ വന്നു. നാരായണൻ വിഷ്ണുജ്വരം സൃഷ്ടിച്ചു വിട്ടു. അതോടെ ശിവജ്വരം ആശ്രയമില്ലാതെ ഭഗവത് പാദങ്ങളെ അഭയം പ്രാപിച്ചു സ്തുതിച്ചു. ഭഗവാൻ ശിവജ്വരത്തിന് അഭയം കൊടുക്കുകയും ഈ ജ്വരസ്തുതി ജപിക്കുന്നവർക്ക് ജ്വരബാധ ഉണ്ടാകരുതെന്ന് കൽപ്പിച്ച് പറഞ്ഞയക്കുകയും ചെയ്തു. ജ്വരസ്തുതി കേൾക്കാം. ജ്വര ഉവാച നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോത്പത്തിസ്ഥാന സംരോധഹേതും
തദ്ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം. കാലോ ദൈവം കർമ്മ ജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാവികാര തത്സംഘാതോ ബീജരോഹ പ്രവാഹഃ തന്മായൈഷാ തന്നിഷേധം പ്രപദ്യേ. നാനാഭാവൈർലീലയൈവോപപന്നേ ദേവാൻ സാധൂൻ ലോകസേതൂൻ ബിഭർഷി ഹംസ്യുന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈതത്തേ ഭാരഹാരായ ഭൂമി. തപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേ അംഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ. ശ്രീരുദ്ര ഉവാച ത്വം ഹി ബ്രഹ്മ പരം ജ്യോതിർഗൂഢം ബ്രഹ്മണി വാഗ്മയേ യം പശ്യന്ത്യമലാത്മാന ആകാശമിവ കേവലം. നാഭിർനഭോഗ്നിർമുഖമംബുരേതോ ദ്യോശീഷമാശാശ്രുതിരംഘ്രിരുർവീ. ചന്ദ്രോ മനോ യസ്യ ദൃഗർക്ക ആത്മാ അഹം സമുദ്രോ ജഠരം ഭുജേന്ദ്ര. രോമാണി യസ്യ ഔഷധയോ അംബുവാഹ കേശാവിരിഞ്ചോ ദിഷണാ വിസർഗഃ. പ്രജാപതിർഹൃദയം യസ്യ ധർമ്മഃ സ വൈ ഭവാൻ പുരുഷോ ലോകകൽപഃ. തവാവതാരോയമകുണ്ഠധാമൻ കർമ്മസ്യ ഗുപ്തൈർജഗതോ ഭവായ. വയം ച സർവേ ഭവതാനുഭാവിതാഃ വിഭാവയാമോ ഭുവനാനി സപ്ത. ത്വമേക ആദ്യ പുരുഷോऽദ്വിതീയഃ സൂര്യസ്സുദൃഗ്ഹേതുരീശഃ. പ്രതീയസേധാപി യഥാ വികാരം സ്വമായയാ സർവഗുണപ്രസിദ്ധ്യൈ. യഥൈവ സൂര്യപിഹിതച്ഛായയാ സ്വയ ഛായാം ച രൂപാണി ച സഞ്ചകാസ്തി. ഏവം ഗുണേനാപിഹിതോ ഗുണാംസ്ത്വം ആത്മപ്രദീപോ ഗുണിനശ്ച ഭൂമൻ. യന്മായാ മോഹിതധിയഃ പുത്രദാരഗൃഹാദിഷു നിമജ്ജന്തി നിമജ്ജന്തി പ്രസക്താ വൃജിനാർണവേ. ദേവദത്തമിമം ലബ്ധ്വാ നൃലോകമജിതേന്ദ്രിയഃ യോനാദ്രിയേത ത്വത്പാദോ സശോച്യോ ഹ്യാത്മവഞ്ചകഃ. യസ്ത്വാം വിസൃജത്തെ മർത്യ ആത്മാനം പ്രിയമീശ്വരം വിപര്യേന്ദ്രിയാർത്ഥാർത്ഥം വിഷമത്യമൃതം ത്യജൻ. അഹം ബ്രഹ്മാദവിഭുതാ മുനയശ്ചാമലാശയാഃ സർവാത്മനാ പ്രപന്നാസ്ത്വം ആത്മാനം പ്രേഷ്ടമീശ്വരം. തം ത്വാം ജഗസ്ഥിത്യുദയാന്തഹേതും സമം പ്രശാന്തം സുഹൃദാത്മദൈവം. അനന്യമേകം ജഗദാത്മകേതം ഭവാപവർഗായ ഭജാമദേവം. അയം മമേഷ്ടോ ദയിതോനുവർത്തി മയാ ഭയം ദത്തമമുഷ്യദേവ. സമ്പാദ്യതാം തദ്ഭവതഃ പ്രസാദോ യഥാ ഹി തേ ദൈത്യപദോ പ്രസാദഃ. ബാണൻ വീണ്ടും ആയുധങ്ങളുമായി വന്ന് യുദ്ധം ചെയ്തു. അവൻ്റെ കൈകളെല്ലാം ഭഗവാൻ വെട്ടിവീഴ്ത്തി. ഭക്തവത്സലനായ ശിവൻ ഇത് കണ്ട് ഭഗവാനോട് പറഞ്ഞു, ഇവൻ എൻ്റെ അനുചരനാണ്, ഇവന് അഭയം കൊടുക്കണം. പ്രഹ്ലാദനെ പോലെ ഇവനെ അനുഗ്രഹിക്കുകയും വേണം. ഭഗവാൻ പറഞ്ഞു, അവൻ്റെ വംശത്തിലെ ആരെയും വധിക്കില്ലെന്ന് ഞാൻ പ്രഹ്ലാദന് വരം നൽകിയിട്ടുണ്ട്. ഇവൻ്റെ അഹങ്കാരം ഹരിക്കാനായി 4 എണ്ണമൊഴിച്ചുള്ള ബാഹുക്കൾ ഞാൻ മുറിച്ചു കളഞ്ഞു. ഇവൻ നിർഭയനായി ജീവിക്കട്ടെ. ഇങ്ങനെ അഭയം കിട്ടിയ ബാണൻ ഭഗവാനെ നമസ്കരിച്ചു.
അഹങ്കാര ശമനം വന്ന ബാണൻ ശിവഭക്തന്മാരിൽ ഒന്നാമനായി ഇരിക്കട്ടെ എന്നും ഭഗവാൻ അനുഗ്രഹിച്ചു. ബാണൻ ശിവന്റെ ഉപദേശപ്രകാരം ഉഷയെയും അനിരുദ്ധനെയും ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിലേൽപ്പിച്ചു. സൈന്യങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി വധൂവരന്മാരെ മുന്നിലാക്കി ഭഗവാൻ ദ്വാരകയ്ക്ക് പുറപ്പെട്ടു. ദ്വാരകയിലെത്തിയ ഭഗവാനെ പുരവാസികൾ വന്നെതിരേറ്റു. കൃഷ്ണന്റെ ഈ വിജയവും ഭഗവാന്റെ ശിവനോടുള്ള യുദ്ധവും നിത്യവും രാവിലെ സ്മരിക്കുന്നവർക്ക് ഒരിക്കലും തോൽവി ഉണ്ടാകുകയില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ.